വെൽക്കം. റഹ്മാനാണ്. ഈ വീഡിയോ മോളിക്കുലാർ ബയോളജി ഓർ മോളിക്കുലാർ ഫാർമക്കോളജി ആകാം, ബയോകെമിസ്ട്രി ആകാം, ജനറ്റിക്സ് ആകാം. സോ വിലക്കപ്പെടുത്താവുന്ന ഒരു വീഡിയോ ആണ് DNA കുറിച്ചിട്ടാണ്. സ്ട്രക്ചർ ഓഫ് DNA ആണ് നമ്മൾ തുടങ്ങുക. +1 +2 പഠിച്ചാണ്. പക്ഷേ നമുക്ക് മെഡിസിൻ മരുന്നുകളെ പറ്റിയൊക്കെ പഠിക്കണമെങ്കിൽ വീണ്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. സോ ഈ ടോപ്പിക്സ് ഒക്കെ തുടങ്ങണമെങ്കിൽ നമുക്ക് ആദ്യം DNA കുറിച്ച് പറഞ്ഞ് തന്നെ തുടങ്ങാം. സോ അബൌട്ട് DNA. 1928 ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ഓൺ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ദെൻ എവറി, കാർട്ടി ആൻഡ് മക്ലൗഡ്. സോ ഇവരൊക്കെയാണ് ജനറ്റിക് മെറ്റീരിയൽ DNA ആണ് എന്ന് തെളിയിച്ചു. അതിന് വർഷങ്ങൾക്ക് മുമ്പേ മറ്റൊരു ഫ്രെഡറിക് ന്യൂക്ലിക് ആസിഡ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രെഡറിക് മീഷ്നർ, പേര് എഴുതിയേക്കാം, മീഷ്നർ ആണ് ന്യൂക്ലിക് ആസിഡ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നീട് ഹെർഷെ ആൻഡ് ചെയ്സ്, മറാത്ത ചെയ്സ്. സോ ഇവര് ബാക്ടീരിയോഫേജിൽ എക്സ്പെരിമെന്റ് വെച്ചിട്ട് ഇതൊരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നു. അപ്പൊ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു. സോ അങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ ഫോർ മോസ്റ്റ് ഓഫ് ദ ലിവിങ് ഓർഗാനിസംസ് ഈസ് DNA ആണ് എന്ന് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് വന്നു. എന്നാലും എക്സെപ്ഷൻസ് ഉണ്ട്. ഉദാഹരണം RNA വൈറസ് ഉണ്ട്. സം വൈറസസ് ഫേമസ് ആയിട്ടുള്ളത് നമ്മുടെ HIV വൈറസ് ഒക്കെയാണ്. RNA ആണ് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ. പക്ഷേ എങ്കിലും മനുഷ്യരിലും മിക്കവാറും എല്ലാം യൂക്കാരിയോട്സിലെല്ലാം തന്നെ DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. നമുക്ക് ആദ്യം പറയാനുള്ളത് DNA ഈസ് എ പോളിമർ ആണ്. സോ DNA ഈസ് എ പോളിമർ ആണ്. പലതരം സംഭവങ്ങൾ വെച്ചിട്ട് ഒരു മോണോമർ യൂണിറ്റ് ഉണ്ടാക്കി ദെൻ അവ ചേർത്ത് വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ് DNA എന്ന് പറയുന്നത്. ഇവിടെ ന്യൂക്ലിക് ആസിഡ്സ് ഉള്ള ന്യൂക്ലിയോടൈഡ്സ് ആണ് മോണോമർ. ന്യൂക്ലിയോടൈഡ്സ്. സോ ഇതാണ് ഈ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മോണോമർ. ഇത് ചേർത്ത് വെച്ചിട്ടാണ് DNA എന്ന് പറയുന്ന ഈ പോളിമർ ഉണ്ടാക്കിയിട്ട്. സോ ഈ മോണോമർ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് ഡിയോക്സി റൈബോസ് ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ ചേർത്തിട്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ DNA is a polymer of deoxyribose nucleotides എന്ന് നമുക്ക് പറയാം. അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ മോണോമേഴ്സിനെ ഒന്ന് വിശദമായിട്ട് കാണണം. സോ ഇത് മൂന്ന് പേരുണ്ട്. ഒരു ഷുഗർ ഉണ്ട്. ഫസ്റ്റ് വൺ, ആദ്യത്തേത് ഷുഗർ ആണ്. ഷുഗർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2-deoxyribose അല്ലെങ്കിൽ ഡിയോക്സിറൈബോസ്. നമുക്ക് കൃത്യമായിട്ട് എഴുതാം 2-deoxyribose. അപ്പൊ നമുക്കിതൊന്ന് വരച്ചു കഴിഞ്ഞാൽ ദാ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഫോർത്ത് പൊസിഷൻ. ആൻഡ് ഇവിടെ ഒരു CH2 ഉണ്ട്. CH2 അല്ല, ഞാൻ തൽക്കാലത്തേക്ക് വരച്ചു മാത്രമേ ഉള്ളൂ. 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. OH ഉണ്ട്. ഒന്ന് ഇവിടെയാണ്, ഒന്ന് ഇവിടെയാണ്, ഇത് ഒന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ CH2 വരച്ചത്. സോ ഫസ്റ്റ് പൊസിഷൻ, തേർഡ് പൊസിഷൻ ആൻഡ് ഓൾസോ ഓൺ ദ ഫിഫ്ത്ത് പൊസിഷൻ. ഇതാണ് 5ാമത്തെ പൊസിഷൻ. സമാനമായിട്ട് വേറൊരാൾ കൂടിയുണ്ട്. അയാൾക്ക് ഇവിടെ 2ാമത്തെ പൊസിഷനിലും ഒരു OH ഉള്ള വ്യക്തിയാണ് അയാൾ. സോ ഇവിടെയും ഒരു OH ഉണ്ട്, ഇവിടെ OH ഉണ്ട്, ഇവിടെ OH ഉണ്ട് ആൻഡ് ഇവിടെ പഴയതുപോലെ തന്നെ CH2-ൽ ഒരു OH. അപ്പൊ 4 OH ഉള്ള ഇദ്ദേഹത്തിന് ഇത്തിരി ഒരു OH കൂടുതലാണ്, അല്ലെങ്കിൽ ഒരു L കൂടുതലാണ്. അപ്പൊ ഇച്ചിരി റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇയാളെ നമുക്ക് DNA-യിൽ എടുക്കാറില്ല. ഇയാളെ നമ്മൾ RNA-യിൽ എടുക്കും. സോ RNA കൂടുതൽ ആക്റ്റീവ് ആണ്, DNA അത്രയും ആക്റ്റീവ് അല്ല. DNA സൗമ്യനാണ്. ചാടിക്കേറി ഇന്ററാക്ഷൻസ് ഒന്നും പാടില്ലാത്ത ആളാണ് DNA, അല്ലെ? നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആണ്, ഒറ്റയടിക്കങ്ങ് മാറിക്കളയാൻ പറ്റില്ല. സോ ആദ്യത്തെ ഷുഗർ ആണ്. ഇപ്പൊ 2ാമത്തെ ആൾ എന്ന് പറയുന്നത് ഞാൻ താഴത്തെ ഇവിടെ എഴുതാം. അത് ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഫോസ്ഫോറിക് ആസിഡിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്നാണ് നമ്മൾ പറയാ. ഫോസ്ഫോറിക് ആസിഡിന്റെ സ്ട്രക്ചർ നാം വരയ്ക്കാം. ഇവിടെ ഒരു ഇവിടെ ഒരു OH, ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെ ഒരു OH ഡബിൾ ബോണ്ടാണ്, ഇവിടെ ഒരു OH. ഇവിടെയുള്ള OH-ന് മുകളിൽ നമ്മളിപ്പോ ഒരു ഷുഗർ ഗ്രൂപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിയാക്ട് ചെയ്യാം. ഇവിടെ ഒരു ഷുഗർ വെച്ച് കഴിഞ്ഞാൽ ഈ OH-നും ബൈൻഡ് ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് വരച്ചു നോക്കി കഴിഞ്ഞാൽ ദാ മുകളിലുള്ള ആളെ വരയ്ക്കാം, ചെറുതായിട്ട് വരയ്ക്കാം. ഇവിടെ OH അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ തേർഡ് പൊസിഷനിലുള്ള OH ഇവിടെ ഉണ്ട്. ഫിഫ്ത്ത് പൊസിഷനിലുള്ള CH2 OH അവിടെ തന്നെ ഇരിക്കട്ടെ. ആൻഡ് ഇവിടെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ദാ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ OH അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, ഇവിടുത്തെ OH-ഉം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ഇവിടെ CH2 OH അല്ലെ. സോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യാം, ഇവിടെയും ഇതുമായിട്ട് ചേർന്നിട്ട് ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യാം. അപ്പോൾ ഫോസ്ഫേറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ O വെച്ചിട്ട് ഈ റിങ്ങിൽ പിടിക്കാം, അല്ലെങ്കിൽ ഈ ഷുഗറിൽ പിടിക്കാം. ഇവിടത്തെ O വെച്ചിട്ട് അടുത്ത ഷുഗറിൽ ഫിഫ്ത്ത് പൊസിഷനിലും പിടിക്കില്ല. ഇത് ഫിഫ്ത്ത് പൊസിഷനാണ്, ഇത് തേർഡ് പൊസിഷനാണ്, ഇത് ഇവിടുത്തെ തേർഡ് പൊസിഷനാണ്, ഇത് ഫിഫ്ത്ത് പൊസിഷനാണ്. ഇവിടെ ഉണ്ട്, ഇവിടെ OH ഉണ്ട്, ഇവിടെ OH ഉണ്ട്. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിട്ടുകളാം. ഓക്കെ, നമുക്ക് വേണ്ടത് ഇതാണ്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ ഡൈ എസ്റ്റർ ഫോം ചെയ്യാം, ഫോസ്ഫോ ഡൈ എസ്റ്റർ ഫോം ചെയ്യാം. ആരുമായിട്ട്? 2 ഷുഗർ, മുകളിലും താഴെയുമായിട്ടുള്ള ഷുഗറുകൾ തമ്മിൽ ഒരു ഡൈ എസ്റ്റർ ഫോം ചെയ്യാം. സോ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഷുഗർ ഉണ്ട് എന്ന് കരുതുക. ദെൻ ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്. ദെൻ
വീണ്ടും ഒരു ഷുഗർ ഉണ്ട്, ദെൻ ഫോസ്ഫേറ്റ് ഉണ്ട്, ദെൻ വീണ്ടും ഒരു ഷുഗർ ഉണ്ട്, ദെൻ ഫോസ്ഫേറ്റ്. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നമുക്ക് കിട്ടും ബിക്കോസ് ഓഫ് ദിസ് ഡയസ്റ്റർ ഓർ എസ്റ്റർ ലിങ്കേജസ്. അപ്പോൾ ഒരു ചെയിൻ ആയിട്ട് നമുക്ക് ഫോസ്ഫേറ്റ് ബ്രിഡ്ജസ്, സോ ഇതിനെ നമുക്ക് ഫോസ്ഫേറ്റ് ബ്രിഡ്ജസ് എന്നാണ് വിളിക്കുക. ഫോസ്ഫേറ്റ് ബ്രിഡ്ജസ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ചെയിൻ നമുക്ക് കിട്ടും. സോ ഈ ചെയിൻ ആണ് നമ്മുടെ DNA-യുടെ ഒരു വശത്തുള്ള DNA. നമുക്കറിയാം ഡബിൾസ്, രണ്ട് സംഭവങ്ങളുണ്ട്. സോ ഒരു വശത്തുള്ളതിന്റെ ഒരു ചെയിൻ ഇതാണ്. സോ ഇതാണ് ബാക്ക് ബോൺ ഓഫ് DNA. ബാക്ക് ബോൺ ഓഫ് DNA എന്ന് പറയുന്നത് ഇതാണ്. മുകളിലെ റൈബോസിന്റെ ഇതിന്റെ 5 എൻഡ് ആണല്ലോ, 5 പ്രൈം എൻഡ് എന്നാണ് നമ്മൾ വിളിക്കുക, 5 പ്രൈം എൻഡ്. ആൻഡ് താഴെയുള്ളതിന്റെ ഇത് 3 ആണ്, അപ്പോൾ 3 പ്രൈം എൻഡ്. ഇത് രണ്ടും ഫ്രീ ആണ്. അപ്പോൾ ഇതൊരു 5 പ്രൈം ടു 3 പ്രൈം എന്താ പറയുക ചെയിൻ ആണ് ഇത്, സൈഡ് റെയിൽ. അപ്പോൾ സൈഡ് റെയിൽ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ആൻഡ് ഇമാജിൻ ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് എന്ന് കരുതിയാൽ ദാ ഇവിടെ നമ്മൾ അടുത്ത് വരയ്ക്കാണ്. ഒരു ഷുഗർ ഇവിടെ, ഒരു ഫോസ്ഫേറ്റ് ഇവിടെ, ഒരു ഷുഗർ ഇവിടെ, ഒരു ഫോസ്ഫേറ്റ് ഇവിടെ, ഒരു ഷുഗർ ഇവിടെ, ഒരു ഫോസ്ഫേറ്റ്. ഇപ്പൊ എന്തായി? 2 സ്ട്രാൻഡുകളായി. DNA ഡബിൾ സ്ട്രാൻഡഡ് ആണെന്ന് നമുക്കറിയാം. 2 സ്ട്രാൻഡഡ്, 2 പാരലൽ സ്ട്രാൻഡ്സ് ആണ്. പക്ഷേ ഇത് 5 പ്രൈം ടു 3 പ്രൈം എന്നാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഇത് നേരെ തിരിച്ചായിരിക്കും. ഇത് 3 പ്രൈം ടു 5 പ്രൈം ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഈ സ്ട്രാൻഡിന് ആന്റി പാരലൽ ആണ്. സോ സെക്കൻഡ് സ്ട്രാൻഡ്, ഇത് ഫസ്റ്റ് സ്ട്രാൻഡ് ആണെങ്കിൽ ഇത് സെക്കൻഡ് സ്ട്രാൻഡ് വിൽ ബി ആന്റി പാരലൽ സ്ട്രാൻഡ് ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം 3 പ്രൈം ടു 5 പ്രൈം ആണെങ്കിൽ അടുത്തത് 5 പ്രൈം ടു 3 പ്രൈം ആയിരിക്കും. സോ ഇതാണ് DNA-യുടെ ബാക്ക് ബോൺ എന്ന് പറയും. അപ്പോൾ ഈ 2 സൈഡ് റെയിൽസ് ഞാൻ നേരത്തെ വരച്ചു വെച്ചാണ്, സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. 2 സൈഡ് റെയിൽസ് ഇടയിലുള്ള അല്ലെങ്കിൽ ഈ സ്ട്രാൻഡ്സിന് ഇടയിലേക്കുള്ള ഈ സ്പേസിലേക്കാണ്, ഇവിടെയാണ് നമ്മുടെ ആര് വരേണ്ടത്? നെക്സ്റ്റ് മൂന്നാമൻ ഇതുവരെ രംഗപ്രവേശം ചെയ്തിട്ടില്ല. മൂന്നാമൻ കൂടി വന്നാലാണ് ഇത് ന്യൂക്ലിയോടൈഡ്സ് ആവത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒന്നും ആയിട്ടില്ല, ബാക്ക് ബോൺ മാത്രമായിട്ടുള്ളൂ. സോ ഇവൻ വന്നാൽ എവിടെ ഒട്ടിച്ചേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈബോസ് ഷുഗറിലായിരിക്കും ഒട്ടിച്ചേരുക. റൈബോസ് ഷുഗറിലാണ്. ഇവിടെ ഫോസ്ഫേറ്റിലല്ല ഒട്ടിച്ചേരുക. ഫോസ്ഫേറ്റ് രണ്ടും കഴിഞ്ഞു, കോട്ട കഴിഞ്ഞു. ഇനിയുള്ളത് ഇവിടെ ഷുഗറിൽ വേണേൽ പിടിക്കാം, ഇവിടെ പിടിക്കാം, ഇവിടെ പിടിക്കാം, ഇവിടെ 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 ഷുഗറിലായിരിക്കും പിടിക്കാവും. സോ ഷുഗറിന്റെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ 1-ലാണ്. കാർബൺ 1 എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ജസ്റ്റ് വരച്ചേക്കാം. ഇവിടെ ഷുഗറിന്റെ ഇല്ലാത്തതുകൊണ്ടാണ്. ഇതാണ് കാർബൺ 1, ഇത് 3 ഇവിടെ ഒരെണ്ണം പിടിച്ചു, 5 CH2O ഒരെണ്ണം പിടിച്ചു. ഇനി 1 ആണ് ഫ്രീ ആയിട്ടുള്ളത്, ഇവിടെ ഒരു OH ഉണ്ട്. സോ അവിടെയാണ് ഇത് പിടിക്കുക. സോ ആരാണ് ഈ ആൾക്കാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരുണ്ട്, 2 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. അവരെ നമ്മൾ വിളിക്കുക നൈട്രോജീനസ് ബേസസ് എന്നാണ് നമ്മൾ ഇവർ. സോ 2 പേര് ഒരു പ്രത്യേക ടൈപ്പാണ്, മറ്റു 2 പേരും മറ്റു പ്രത്യേക ടൈപ്പ്, 2 പേര്. സോ അപ്പൊ ആദ്യത്തെ ആൾക്കാരെ നമുക്ക് പറയാം. ആദ്യത്തെ ആൾക്കാർ ഈസ് കോൾഡ് ആസ് പ്യൂരിൻസ് ആണ്. പ്യൂരിൻസ് ആണ് ആദ്യത്തെ ടീം. പേര് ചെറുതാണ് പ്യൂരിൻ, പക്ഷെ സ്ട്രക്ചർ കൊണ്ട് ഒരു വലുതാണ്. 2 റിംഗ് ഉള്ളവരാണ്. ഒരാളുടെ പേര് അഡെനിൻ എന്നാണ്. നമ്മൾ അഡെനിൻ, ഞാൻ മൊത്തം എഴുതുന്നില്ല, A വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. രണ്ടാമത്തെ ആള് ഗ്വാനിൻ ആണ്, ഗ്വാനിൻ. അതിനെ നമുക്ക് G വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ പ്യൂരിൻസ് ആണ്. പ്യൂരിൻസിന്റെ റിംഗ് നമുക്കറിയാം, ഒരു ഹെട്രോസൈക്കിൾ ആണ്, ഡബിൾ സ്ട്രിംഗ് സൈക്കിൾ ഉള്ളതാണ് നമുക്കറിയാം. സോ ഇവിടെ ഉണ്ട് ഒരു N, ഇവിടെ ഉണ്ട്. സോ ഇതാണ് 1, ഇത് 2, ഇത് 3, 4, 5, 6. ഓക്കെ, രണ്ടാമത്തെ റിംഗ് ഇങ്ങനെ വരും, 5 റിംഗ് ഉള്ളതാണ്. ഇവിടെ ഒരു N, ഇവിടെ ഒരു N, ഇത് 7, ഇത് 8, ഇത് 9, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഇതാണ് പ്യൂരിൻ റിംഗ്. അപ്പൊ പ്യൂരിൻ റിംഗിലെ അഡിനിൻ ആരാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു NH3 വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അതാണ് 6 അമിനോ പ്യൂരിൻ ആണ് അഡിനിൻ എന്ന് പറയുന്ന ആൾ. ഇനി ഗ്വാനിൻ ആണെങ്കിലോ, ഗ്വാനിലാണെങ്കിൽ 6th പൊസിഷനിൽ NH3 അല്ല, ഇവിടെ NH3 അല്ല, നമുക്കിത് ഇങ്ങനെ വരയ്ക്കാം. ഇത് ഡബിൾ ബോണ്ട് O ആണ്. ആൻഡ് ഇവിടെ 3rd പൊസിഷൻ, ഇവിടെ ഒരു NH2 ഉണ്ട്. സോ 3rd അല്ല, 2nd പൊസിഷൻ. സോ 2 അമിനോ ഓക്സി പ്യൂരിൻ ആണ് ഗ്വാനിൻ എന്ന് പറയുന്ന ആൾ. സോ ഇത് നമുക്ക് അത്യാവശ്യമാണ്, ബിക്കോസ് ആന്റി ക്യാൻസർ ഡ്രഗ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇതിന്റെ സ്ട്രക്ചർ വെരി ഇമ്പോർട്ടന്റ് ആണ് മെക്കാനിസം ആക്ഷൻ പഠിക്കാനായിട്ട്. സോ 2 പേരും എവിടെ വെച്ചിട്ടാണ് ഇവിടെ ബന്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷൻ, ഈ N9. സോ ഞാൻ N9 മാത്രം വരയ്ക്കാം. സോ ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ വന്ന് കൂട്ടിച്ചേരുക. ഇനി ഈ ഷുഗറിൽ പിടിക്കാവുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിരമിഡിൻസ് ആണ്. പിരിമിഡിൻസ് എന്ന് പറയുന്ന ആൾക്കാരാണ്. പേര് വലുതാണെങ്കിലും ഇവർ ഒരു സിംഗിൾ സൈക്കിൾ അല്ലെങ്കിൽ സിംഗിൾ റിംഗ് ഉള്ള ആൾക്കാരാണ്. ഓക്കെ, ഇവിടെ ഒരു നൈട്രജൻ, ഇവിടെ ഒരു നൈട്രജൻ. സോ ഹെട്രോസൈക്ലിക്കാണ്, 2 റിംഗ് ഉണ്ട്. ആ 2 പേരുണ്ട്. ഒരാൾ സൈറ്റോസിൻ ആണ്. സൈറ്റോസിൻ വരയ്ക്കാൻ ഇവിടെ ആദ്യം ഡബിൾ ബോണ്ട് എന്തായാലും വേണം. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു NH3 വേണം, അമിനോ ഗ്രൂപ്പ് വേണം. ദെൻ ഇവിടെ ഒരു ഡബിൾ ബോണ്ടും കൂടി വരച്ചു കഴിഞ്ഞാൽ സംഭവം ദിസ് ഈസ് സൈറ്റോസിൻ ആയി. ഇനി സൈറ്റോസിനെ നമുക്ക് അടുത്ത രണ്ടാമത്തെ ആൾ ആക്കണം, തൈമിൻ ആക്കണമെങ്കിൽ തൈമിനിലാക്കാനായിട്ട് ഇവിടെ വീണ്ടും അത് തന്നെ വീണ്ടും ഒന്ന് വരച്ചോട്ടെ. ഒരു N, ഇവിടെ ഒരു N, ഇവിടെ ഡബിൾ ബോണ്ടോ ഉണ്ട്, പക്ഷെ ഇവിടെ NH2 ഇല്ല, ഇവിടെ ഡബിൾ ബോണ്ടോ ആണ്. പകരം ഇവിടെ ഒരു CH3 കൂടി ഉണ്ട്. ഇത് 5th
പൊസിഷനാണ്. 5th പൊസിഷനിൽ CH3. വേറൊരാൾ കൂടിയുണ്ട് യുറാസിൽ, അയാൾക്ക് ഇവിടെ 5th പൊസിഷനിൽ CH3 ഇല്ല. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ആൻഡ് ഇയാളെ CH3 ഇല്ലാത്തവരെ DNA എടുക്കില്ല, അവൻ RNA മാത്രമാണ് പറ്റുക. നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല തൽക്കാലം. യുറാസിലിനെ കുറിച്ച് നമുക്ക് തൈമിൻ മതി, CH3 അവിടെയുള്ള തൈമിൻ. സോ ഇതിന് രണ്ടിനും ഇവിടെ ഈ നൈട്രജൻ വെച്ചിട്ട് നൈട്രജൻ വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ചേരാനായിട്ട് പറ്റും. ഈ പ്യൂരിൻസും പിരിമിഡിൻസും ഈ നൈട്രജൻ വെച്ചിട്ട് ഗ്ലൂക്കോസിൽ പിടിപ്പിക്കുന്നതിനെ നമ്മൾ എൻഗ്ലൈക്കോസിലേഷൻ എന്നാണ് നമ്മൾ ഇതിന് പറയാം. സോ ഇവിടെ സപ്പോസ് ഇനി ഇതാണ് ഞാൻ പറയുന്നതെങ്കിൽ ഇവിടെ 2 പ്യൂരിൻസിനും അഡിനിനും പിടിക്കാം, ഗ്വാനിനും പിടിക്കാം, സൈറ്റോസിനും പിടിക്കാം, തൈമിനും പിടിക്കാം. സപ്പോസ് ഇവിടെ ഒരു അഡിനിൻ പിടിച്ചു എന്ന് കരുതുക. അഡിനിൻ നമുക്കറിയാം 2 റിംഗ് ഉള്ള 2 റിംഗ് ഇങ്ങനെ വരയ്ക്കാം. ഇപ്പൊ ഇവിടെയും 2 റിംഗ് ഉള്ള ആൾ പിടിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. കാരണം 2 പേരും ഇവിടെ 2 റിംഗ് ആകുമ്പോഴത്തേക്കും ഇവിടെ വലിയ സ്പേസ് വേണ്ടി വരും. അടുത്ത സ്ഥലത്ത് 2 പേരും ചെറിയ റിംഗ് ആണെങ്കിൽ ഇവിടെ ഇത്തിരി വീർത്തിരിക്കും, ഇവിടെ ചെറുതാവും. സോ വി കനോട്ട് തടിയന്മാരെയും എല്ലന്മാരെയും ഒരേപോലെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. സോ ഇവിടെ 2 റിംഗ് ആണെങ്കിൽ ഇവിടെ ഒറ്റ റിംഗ് ഉള്ള ആളായിരിക്കും പിടിപ്പിക്കുക. അല്ലെങ്കിൽ ഇവിടെ പ്യൂരിൻ ആണെങ്കിൽ ദിസ് ഏരിയ ഷുഡ് ബി പിരിമിഡിൻസ്. ഓക്കെ, ഇവിടെ പിരിമിഡിൻ ആണെങ്കിൽ ഇവിടെ പ്യൂരിൻ ആയിരിക്കും. ഇതാണ് ഒരു കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അഡിനിൻ ആണെങ്കിൽ, സപ്പോസ് ഇവിടെ അഡിനിൻ ആണെങ്കിൽ ഇവിടെ എല്ലാവർക്കും പിടിക്കാൻ പറ്റില്ല, ഇവിടെ തൈമിന് മാത്രമേ പിടിക്കൂ. അഡിനിൻ ഓൺലി ബോണ്ട് വിത്ത് തൈമിൻ. ആൻഡ് ഇവിടെ ഗ്വാനിൻ ആണെങ്കിൽ ഇവിടെ അത് സൈറ്റോസിൻ ആയിരിക്കും. പകരം നമുക്ക് ഇവിടെ സൈറ്റോസിന്റെ പകരം ഇവിടെ അഡിനിൻ വെച്ചേക്കാം എന്ന് വിചാരിച്ചാൽ നടക്കും. ഇത് ചാർഗാഫ്സ് റൂളാണ്. ചാർഗാഫ്സ് ഇങ്ങനെയാണ്, എർവിൻ ചാർഗാഫ്സ് എന്ന്. ഇനിയുണ്ട് കുറച്ച് റൂൾ കൂടി, അത് ഞാൻ പുറകെ പറയും. സോ ഒരു പ്യൂരിൻ ന്യൂക്ലിയേറ്റഡ് ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ പിരിമിഡിൻ ന്യൂക്ലിയേറ്റഡ് ആയിരിക്കണം. ഇവിടെ പിരിമിഡിൻ ആണെങ്കിൽ ഇവിടെ പ്യൂരിൻ ആയിരിക്കണം. ആൻഡ് അതിൽ തന്നെ A ക്യാൻ ബൈൻഡ് വിത്ത് T, G ക്യാൻ ബൈൻഡ് വിത്ത്. ഇതാണ് റൂൾ. സോ അങ്ങനെ ഇവിടെ പ്യൂരിനും ഇവിടെ പിരിമിഡിനും വെച്ചാൽ ഇവർ തമ്മിൽ ഹൈഡ്രജൻ ബോൺസ് ഉണ്ടാകാം. അപ്പൊ ഇത് അഡിനിനാണ്, അഡിനിൻ. ഇത് തൈമിനാണെങ്കിൽ അവ തമ്മിൽ 2 ഹൈഡ്രജൻ ബോൺസ് ഉണ്ടാകും. ഇത് ഗ്വാനിനാണ്, ഇത് സൈറ്റോസിൻ ആണെങ്കിൽ അവ തമ്മിൽ 2 അല്ല 3 ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുക. സോ ദിസ് ഏരിയ, ഈ ഏരിയ ഫുൾ ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ഏരിയ ആണ്. അപ്പൊ എന്താണ് സംഭവിക്കാന്ന് വെച്ചാൽ ഈ സ്ട്രാൻഡും തമ്മിൽ ഇപ്പൊ കണക്ഷൻ ആയി. ഓക്കെ, സോ ദിസ് സ്ട്രാൻഡ് ഈസ് കണക്റ്റഡ് ടു ദിസ് സ്ട്രാൻഡ് ത്രൂ ദിസ് നൈട്രജനസ് ബേസസ് ആൻഡ് ഓൾസോ ദിസ് ഹൈഡ്രജൻ ബോണ്ട്. സോ ഈ ഹൈഡ്രജൻ ബോണ്ട്സ് ആണ് ഈ സ്ട്രാൻഡിനെയും ഇങ്ങനെ ചേർത്ത് നിർത്തുക. ആൻഡ് ദിസ് ഏരിയ, ഈ നടുവിലുള്ള ഏരിയ, നൈട്രോജനസ് ബേസും ഹൈഡ്രജൻ ബോണ്ടും എല്ലാം കൂടി ചേർത്തിട്ട് ദിസ് ഈസ് എൻ ഹൈഡ്രോഫോബിക് ഏരിയ ആണ്, ഒരു ഹൈഡ്രോഫോബിക് ഏരിയ ആണ്. ആൻഡ് ഇനി നമുക്ക് ന്യൂക്ലിയോടൈഡിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 3 പേരാണ് പറഞ്ഞത്, ഒന്ന് ഷുഗർ, ഒന്ന് ഫോസ്ഫേറ്റ്, ഒന്ന്. സോ ഇവർ 3 പേരും കൂടി ചേരുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. ഇവർ 2 മാത്രമാണെങ്കിൽ നമ്മൾ അവയെ ന്യൂക്ലിയോസൈഡ് എന്നായിരിക്കും വിളിക്കുക. സോ ഇത് ന്യൂക്ലിയോസൈഡ് ആണ്, ഇത് ന്യൂക്ലിയോടൈഡ് ആണ്. ഇത് 3 കൂടി ചേർന്നാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു മോണോമർ. ആൻഡ് ഈ മോണോമറുകൾ ഇങ്ങനെ ചേരുമ്പോഴാണ് എന്തുണ്ടാവുക, പോളിമർ ആയിട്ടുള്ള DNA ഫോം ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ DNA ഈസ് എ പോളി ന്യൂക്ലിയോടൈഡ് പോളിമർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് സൈഡിലെ റോഡ്സിൽ ഇത് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഫോസ്ഫോ എസ്റ്റർ ബോൺസ് വഴിയാണ്. ഇത് തമ്മിൽ ബന്ധിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ബോൺസ് ബിറ്റ്വീൻ ദ നൈട്രോജനസ് ബേസ് ആണ്. ആൻഡ് ഈ ഏരിയ ഇപ്പോൾ ഹൈഡ്രോഫോബിക് ആണെങ്കിൽ അപ്പോൾ ഈ ഏരിയ ഹൈഡ്രോഫിലിക് ഏരിയ ആയിരിക്കും മിക്കവാറും. ആൻഡ് ഇവിടെ ഒരുപാട് ഫോസ്ഫേറ്റ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഈ ഓക്സിജൻ ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് ദിസ് ഇമ്പാർട്ട് സം നെഗറ്റീവ് ചാർജ്. അപ്പോൾ നമ്മുടെ DNA എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ് എന്നുകൂടി എന്ന് ഓർത്ത് വെച്ചേ. സോ ഈ DNAയുടെ സ്ട്രക്ചർ, നമ്മളൊക്കെ പുറക്കത്തിൽ പോലും വരയ്ക്കുന്ന ഈ DNAയുടെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആൻഡ് ആ കഷ്ടപ്പാടിന് നോബൽ സമ്മാനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ പലർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും പ്രധാനപ്പെട്ട ആൾക്കാർ നമുക്കറിയാവുന്ന ജെയിംസ് വാട്സൺ ആൻഡ് ക്രിക്ക്, അല്ലെ വാട്സൺ ആൻഡ് ക്രിക്ക് എന്നാണ് നമ്മൾ പറയാം. വാട്സൺ ആൻഡ് ക്രിക്ക് ആൻഡ് ഡോക്ടർ വിൽക്കിൻസൺസ്, ഇവർക്കൊക്കെ DNA സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്തതിന് അവർക്ക് നോബൽ സമ്മാനം കിട്ടി. ദെൻ ഇതിന്റെ ആ സെറേ ക്രിസ്റ്റലോഗ്രാഫി ആണെന്ന് തോന്നുന്നു, അത് വെച്ച് ചെയ്ത അവർക്ക് കിട്ടിയിട്ടില്ല, ഒരു ഫീമെയിൽ ആയിരുന്നു. ദെൻ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു, റോസലിൻ ഫ്രാങ്ക്ലിൻ, അതാണ് പുള്ളിയാണ് ഇതിന്റെ തുടക്കം ഇട്ടത്. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. സോ ഇതാണ് ഇതിന്റെ ഹിസ്റ്ററി, DNA സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന്റെ നോബൽ സമ്മാന ഹിസ്റ്ററി. അപ്പൊ ഇനി നമുക്ക് ചെർഗാഫ്സ് റൂളൊക്കെ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഉപസംഹരിച്ച് അതിനകത്ത് പറയാം ചെർഗാഫ്സ് റൂളൊക്കെ. സോ DNA നമ്മളിപ്പോൾ പറഞ്ഞത് പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, ഷുഗറും ഫോസ്ഫേറ്റും ആണ് ബാക്ക് ബോൺ. ആൻഡ് നടുവിൽ നൈട്രോജീനിയസ് ബേസ്, ഇവിടെ ഷുഗറും ഫോസ്ഫേറ്റും, ഷുഗർ ഫോസ്ഫേറ്റ്, നൈട്രോജീനിയസ് ബേസ്, ഷുഗർ ഇവിടെ ഷുഗർ. ഓക്കെ, ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ആൻഡ് ബാക്ക് ബോൺസ് നമ്മൾ പറഞ്ഞത് ഇവിടെ 5' to 3' ആണെങ്കിൽ ഇവിടെ 3' to 5' ആണ്, ആന്റി പാരലൽ ആണ്. സോ ബാക്ക് ബോൺ ഈസ് ആന്റി പാരലൽ ആണ്. ആൻഡ് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു ഡബിൾ സ്ട്രാൻഡഡ് ഹെലിക്സ് ആണ് ഫോം ചെയ്യുക. എന്ന് വെച്ചാൽ സംഭവം നമ്മൾ ഇങ്ങനെയാണ് വരച്ചത്, പക്ഷെ അങ്ങനെ അല്ല എന്നാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. സ്ട്രൈറ്റ് അല്ല, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡഡ് ഡബിൾ
ഡബിൾ ഹെലിക്സ് ആണ്. അപ്പോൾ നമ്മൾ മാറ്റി ഒന്ന് വരയ്ക്കണം. നമുക്ക് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. അപ്പം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കണം. അപ്പോഴാണ് ഹെലിക്സ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ വരച്ചു പോയി. അപ്പോൾ ഹെഡ് സ്ട്രൈറ്റ് അല്ല, റൈറ്റ് ഹാൻഡഡ് ഡബിൾ ഹെലിക്സ് ആണ്. ഒരു ബേസ് പെയർ. സോ ഇതാണ് ഇവിടെ 2 ബേസ് പെയർ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ബേസ് പെയർ ഇവിടെ അടുത്ത ബേസ് പെയർ, ഈ ബേസ് പെയർ തമ്മിലുള്ള ഗ്യാപ്പ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.4 ആംസ്ട്രോങ് ആണ്, അല്ലെങ്കിൽ 0.34 നാനോ മൈക്രോൺസ് ആണ് ആ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 എണ്ണം കഴിയുമ്പോഴാണ് ഒരു ചുറ്റുങ്ങട്ടൊക്കെ വരിക. അപ്പോഴാണ് ഒരു ഹെലിക്സ് ഉണ്ടാവുക. അവിടെ വെച്ചിട്ട് DNA ഒന്ന് ചെരിയും. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ബേസ് പെയർ ആണ്. അപ്പോൾ ഇത് ഇൻറ്റു 10 ചെയ്താൽ മതിയല്ലോ. ആൻഡ് ഇവ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആംസ്ട്രോങ്സ് ആണ്, അല്ലെങ്കിൽ 2 നാനോ മൈക്രോൺസ് ആണ്. നാനോ മൈക്രോൺസ് ആണ് ഇവിടെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന 4 പോയിന്റ്സ് അത് ചർഗാഫ്സ് റൂൾ ആണ്. സോ ദിസ് ഈസ് ചർഗാഫ്സ് റൂൾ ആണ് ഞാൻ ഈ പറയുന്നത്. സൈറ്റോസിൻ എപ്പോഴും ആരുമായിട്ടാണ് പെയർ ചെയ്യുക? ഗാനോസിനായിട്ടായിരിക്കും പെയർ ചെയ്യുക. അഡിനോസിൻ തൈമിനായിട്ടായിരിക്കും പെയർ. അപ്പോൾ എത്ര അഡിനിൻ ഉണ്ടാവോ അത്രയും തന്നെ തൈമിൻ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് അഡിനിൻ ഈസ് ഈക്വൽ ടു തൈമിൻ. അപ്പൊ അതേപോലെ സൈറ്റോസിൻ ഈസ് ഈക്വൽ ടു ഗ്വാനിൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അഡിനിൻ ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് തൈമിൻ ആയിരിക്കണം. ആൻഡ് ഗ്വാനിൻ ഈസ് ഈക്വൽ ടു സൈറ്റോസിൻ ആയിരിക്കണം. സോ ഇവ തമ്മിലൊരു റേഷ്യോ ഉണ്ട്. സോ ഇതാണ് ചർഗാഫ്സിന്റെ ഒന്നാമത്തെ റൂൾ. രണ്ടാമത്തെ റൂൾ പറയുന്നത് ഈ ബേസ് പെയർ കമ്പോസിഷൻ വേരീസ് ഫ്രം വൺ സ്പീഷീസ് ടു അതർ. ഇപ്പോൾ നമ്മൾ മനുഷ്യരാണ്, ഹോമോസാപ്പിയൻ. ഈ സ്പീഷീസിന് ഒരു ബേസ് പെയർ ആണെങ്കിൽ കുരങ്ങന്, മങ്കീസിന് മറ്റൊരു ബേസ് പെയർ റേഷൻ ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് മീൻസ് അവരുടെ അഡിനിൻ ടു തൈമിനും സൈറ്റോസിൻ ടു ഗ്വാനിനും ഇത് തമ്മിൽ ഒരു റേഷ്യോ ഉണ്ടെങ്കിൽ അത് വ്യത്യാസമായിരിക്കും. ആൻഡ് ഒരു സ്പീഷീസിന്റെ മൂന്നാമത്തെ പോയിന്റ് പറയുന്ന ഒരു സ്പീഷീസിന്റെ ഏത് ടിഷ്യൂ എടുത്താലും, ഏത് ടിഷ്യൂവിൽ നിന്ന് എടുത്താലും ബേസ് പെയർ വിൽ ബി ദ സെയിം ആയിരിക്കും. അവരുടെ ബേസ് പെയറിന്റെ ആ കോമ്പോസിഷൻ വിൽ ബി സെയിം ആയിരിക്കും. നാലാമത്തെ ഒരു കാര്യം പറയുന്നത് അത് പ്രായം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻവയോൺമെന്റൽ പ്രശ്നം കൊണ്ടോ ഒന്നും, കൂടിയത് കൊണ്ടോ ഫുഡ് കഴിക്കുന്നതുകൊണ്ടോ ഒന്നും ഇത് ബാധിക്കില്ല അല്ലെങ്കിൽ മാറില്ല. എപ്പോഴും ഒരേ സെയിം ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ചർഗാഫ്സ് റൂളിൽ നമ്മൾ പറയുക. ഇനി നമ്മൾ പറഞ്ഞത് വിഡ്ത്ത് 20 ആംസ്ട്രോങ് ആയിരിക്കും എന്നുള്ള പറഞ്ഞു. 10 ബേസ് പെയർ ന്യൂക്ലിയോടൈഡ്സ് ആണ് ഒരു ഹെലിക്സ് ടു അടുത്ത ഹെലിക്സ് വരെ ഉണ്ടാവുക എന്നുള്ള നമ്മൾ പറഞ്ഞു. ആൻഡ് അപ്പുറത്തും ഇപ്പുറത്തുള്ള ഈ ചെയിനും ഐഡന്റിക്കൽ അല്ല. ദീസ് ആർ നോട്ട് ഐഡന്റിക്കൽ ബട്ട് ദീസ് ആർ കോംപ്ലിമെന്ററി ആയിരിക്കും. കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു പ്യൂരിനും പിരമിഡിനും തമ്മിൽ മാത്രമേ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവൂ. മാത്രമല്ല എയും ടിയും തമ്മിൽ മാത്രമായിരിക്കും അവിടെ 2 ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. സിയും ജിയും തമ്മിൽ മാത്രമായിരിക്കും അവിടെ 3 ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും ഉണ്ടാവും. ഇനി ജനറ്റിക് ഇൻഫർമേഷൻ ഇതിലോ ഈ സ്റ്റാൻഡിലോ ആയിരിക്കാം. ആൻഡ് ഈ ജനറ്റിക് ഇൻഫർമേഷൻ ഉള്ള ഈ സ്റ്റാൻഡിനെ നമ്മൾ വിളിക്കുക ടെംപ്ലേറ്റ് സ്റ്റാൻഡ് അല്ലെങ്കിൽ സെൻസ് സ്റ്റാൻഡ്. ഇതിനകത്ത് ഇല്ലാത്തതിനെ നമ്മൾ എന്ത് വിളിക്കും? ആന്റി സെൻസ് സ്ട്രാൻഡ്, ഓപ്പോസിറ്റ് സ്ട്രാൻഡ്. അത് ആന്റി സെൻസ് സ്ട്രാൻഡ് ആയിരിക്കും. ആൻഡ് ഇനി പലവിധ പ്രോട്ടീൻസിന് ഇവിടെ ഒന്ന് ഇന്ററാക്ട് ചെയ്യാം അല്ലെ. DNA ഇപ്പോൾ റെപ്ലിക്കേഷൻ ഒക്കെ നടക്കണമെങ്കിൽ DNA പോളിമറൈസ് അങ്ങനെയൊക്കെയുള്ള പ്രോട്ടീൻസ് ഒക്കെ ഒന്ന് പിടിക്കണം പല കാര്യങ്ങൾക്കും. സോ അത് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഈ മൈനർ ഗ്രൂവ്സ് ആൻഡ് മേജർ ഗ്രൂവ്സിലായിരിക്കും ഇത് വന്ന് ഇന്ററാക്ട് ചെയ്യുക. ഇനി ഈ DNA-ക്ക് ചില പോളിമോർഫിസംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. സോ ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോംസ് കാണാം. ഉദാഹരണം ADNA, BDNA, 2DNA അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ പറയുന്ന DNA വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ എന്ന് പറയുന്നത് BDNA ആണ്. ആൻഡ് നമ്മൾ ഈ പറഞ്ഞ DNA സ്ട്രക്ചർ അല്ലാതെ അൺയൂഷ്വൽ സ്ട്രക്ചേഴ്സ് ചിലപ്പോൾ കാണാം. ഉദാഹരണത്തിന് ബെൻഡ് DNA എന്ന് പറഞ്ഞ DNA ഉണ്ട്, ട്രിപ്പിൾ സ്ട്രാൻഡ് DNA ഉണ്ട്, 4 സ്ട്രാൻഡ് DNA, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ദെൻ ഇനി കുറച്ച് കണക്കുകൾ പറഞ്ഞാൽ ബാക്ടീരിയോഫേജ് അതിന്റെ DNA-ക്ക് 5386 ബേസ് പെയർസ് ആണ് അല്ലെങ്കിൽ ബേസ് ആണുള്ളത്. കാരണം അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, അതുകൊണ്ട് ബേസ് പെയർ എന്ന് പറയാൻ പറ്റില്ല. ബാക്ടീരിയോഫേജ് ലാംഡയ്ക്ക് ആണെങ്കിൽ 48,502 ആണ്. ഈ കോളൈക്ക് 4.6 × 10⁻⁹ ഉണ്ട്. ദെൻ മനുഷ്യനിലാണെങ്കിൽ 46 ക്രോമസോം ഉണ്ടല്ലോ. എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഏകദേശം 6 × 10⁻⁹. ചില ബുക്കിലൊക്കെ വ്യത്യാസം കാണുന്നുണ്ട്. ഇത് സത്യനാരായണൻ ബയോടെക്നോളജി ബുക്കാണ്. അപ്പോൾ മൊത്തം എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊത്തം 46 DNA മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2 മീറ്റർ വരും. ഈ 2 മീറ്റർ നീളമുള്ള സാധനമാണ് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി ഒരു സെല്ലിന്റെ ഉള്ളിൽ അല്ലെ, അതിന്റെ ഉള്ളിൽ ന്യൂക്ലിയസിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. സോ ഇത് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? അപ്പൊ ക്രോമാറ്റിൻ എന്താണ്, ക്രോമസോം എന്താണ്? സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.